ഹായ് ഹലോ നമസ്കാരം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലുള്ള വേക്കൻസീസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. നാവിക് GD അതുപോലെ തന്നെ നാവിക് DB എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. വീഡിയോയിലേക്ക് പോകാം. മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായി കാണുക. ഈ ഒരു വീഡിയോയിലൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം. കോസ്റ്റ് ഗാർഡിലേക്ക് 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നീ 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഓൺലൈനായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 11 ഫെബ്രുവരി 2025 മുതൽ 25 ഫെബ്രുവരി 2025 വരെയാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. മാക്സിമം ആ ഒരു ടൈം ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇപ്പോൾ ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് 12th പാസ് വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് അത് മസ്റ്റാണ്. ഈ 2 സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതിൻ്റെ അംഗീകൃതമായിട്ടുള്ള ഒരു ബോർഡിൽ നിന്നും നിങ്ങൾ ഇത് പാസ്സായിരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കെന്ന് പറയുന്നത് 10th പാസ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്നും നിങ്ങൾ 10th പാസ് ആയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ മാർക്സും അതുപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഫില്ല് ചെയ്യുന്നതിന് അതെന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ക്യാൻസൽ ആവുന്നതാണ്. പിന്നെ നമുക്കിനി ഏജ് ലിമിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് 1 സെപ്റ്റംബർ 2003 31 ഓഗസ്റ്റ് 2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് വേക്കൻസീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി GDയിലേക്ക് 260 നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് 40 വേക്കൻസീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം മുതൽ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ലൈവ് ഇമേജ് ക്യാപ്ചറിങ് ആണ്. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ഓൺലൈൻ വഴി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബയോമെട്രിക് സിസ്റ്റം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ബയോമെട്രിക് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ എക്സാം നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നാവിക് DBയുടെ അതായത് ഡൊമസ്റ്റിക് ബ്രാഞ്ചിൻ്റെ എക്സാം എന്ന് പറയുന്നത് സെക്ഷൻ 1 എക്സാമാണ്. എക്സാം ടോട്ടൽ മാർക്സ് 60 ഇതിൽ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് SC/STക്ക് 27 അതർ കാറ്റഗറിക്ക് 30 ഇതിൽ മാത്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ്, GKയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 60 മാർക്കിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കുക. ഇതിൽ SC/STക്ക് 27 മാർക്കും അതേഴ്സിന് 30 മാർക്കുമാണ് പാസിങ്ങിന് വേണ്ടത്. അതുപോലെ തന്നെ നാവിക് ജനറൽ ഡ്യൂട്ടി എന്നുള്ളതിൽ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 2 സെക്ഷനായിട്ടാണ് എക്സാം നടക്കുന്നത്. സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 എന്നീ 2 രീതിയിലാണ് നടക്കുന്നത്. അതിൽ SC/STക്ക് 44 മാർക്കാണ് പാസിംഗ് മാർക്കും അതേഴ്സിന് 50 മാർക്കാണ് പാസിംഗ് മാർക്സുമായിട്ട് വേണ്ടത്. അതിൽ സെക്ഷൻ 1 ഈ പറയുന്ന പോലെ തന്നെ മാത്സ് 20 മാർക്ക്, സയൻസ് 20 മാർക്ക്, ഇംഗ്ലീഷ് 15 മാർക്ക്, റീസണിങ് 10 മാർക്ക്, GK 5 മാർക്ക് എന്നീ രീതിയിലും, അതുകൂടാതെ തന്നെ മാത്സ് 25, ഫിസിക്സ് 25 എന്നീ 2 തരത്തിലും ആയിരിക്കും സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 എന്നീ രീതിയിൽ എക്സാം നടക്കുക. അതിനുശേഷം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും. അത് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് തന്നെ ഓടിയെടുക്കണം. അതുപോലെ തന്നെ 20 സ്ക്വാട്ട്സ് ഉണ്ടായിരിക്കും, 10 പുഷപ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. SC/STക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPTയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. CISF, RPF, SSC GD 2025, അഗ്നിപത്ത് 2025, വുമൻ മിലിറ്ററി പോലീസ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി, മിലിറ്ററി
തുടങ്ങിയിട്ടുള്ള എല്ലാ യൂണിഫോംഡ് ജോബിനും ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകൾ AFPTയുടെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വീക്കെൻഡ് ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ AFPTയുടെ പത്തനംതിട്ടയിലെ ഇലവൻതിട്ടയിലുള്ള റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് പഠിച്ച് നിങ്ങളുടെ +2 പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു യൂണിഫോം ജോലി സ്വന്തമാക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. സോ അപ്പം ഇത്തരത്തിൽ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്യുക.